നമസ്കാരം. ജനയുഗം പൊളിറ്റിക് പ്രൂവിലേക്ക് സ്വാഗതം. സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2026-ലാണ്. ഇനിയും 1.5 വർഷത്തിലേറെയുണ്ട് തെരഞ്ഞെടുപ്പിന്. BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടെ ഞെരുക്കി മുന്നോട്ട് പോകുമ്പോഴും നിശ്ചയദാർഢ്യത്തോടെ വികസന പ്രവർത്തനങ്ങളുമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിയുന്നത്. അഴിമതിരഹിത ഭരണമാണ് കേരളത്തിലെ LDF സർക്കാർ നടത്തുന്നത്. ഈ വർഷം അവസാനമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിൽ മുഖ്യമന്ത്രിയെ ചൊല്ലി അടി തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പാർട്ടിയെയും നേതാക്കളെയും അറിയിക്കാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ രഹസ്യ സർവേ നടത്തിയിരിക്കുകയാണ്. കോൺഗ്രസിന് എത്ര സീറ്റിൽ വിജയസാധ്യതയുണ്ടെന്ന് പരിശോധിച്ച സതീശനെതിരെ നേതാക്കൾ തിരിയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയാകാനുള്ള സതീശൻ്റെ ശ്രമമാണ് നടക്കുന്നതെന്നാണ് മറ്റു നേതാക്കൾ വിലയിരുത്തുന്നത്. ഇതോടെ സതീശനെതിരെ എതിർപ്പുകൾ ശക്തമായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതിയിലാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് പോരിന് വഴി തുറന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 93 സീറ്റിൽ മത്സരിച്ച കോൺഗ്രസിന് 21 സീറ്റുകളാണ് ജയിച്ചത്. ഇതിനു പുറമെ മറ്റ് 42 സീറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഈ 63 സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകണമെന്നും ഇവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗ് ശക്തമാക്കണമെന്നുമായിരുന്നു VD സതീശൻ്റെ നിർദ്ദേശം. സർവേ നടത്തുന്നത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയാണെന്ന് ഇത് സംബന്ധിച്ച് മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല പ്രതികരിച്ചത്. സർവേ വിവാദത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് VD സതീശൻ മറുപടി പറഞ്ഞിട്ടുമില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിനായുള്ള കരുനീക്കങ്ങളാണ് സർവേ വിവാദത്തിന് പിന്നിലും പ്രവർത്തിക്കുന്നതെന്നാണ് സൂചന. ഇതിനിടെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും K സുധാകരനെ നീക്കാൻ ശ്രമങ്ങൾ ശക്തമാണ്. അനാരോഗ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സുധാകരനെ നീക്കാനാണ് ശ്രമങ്ങൾ നടക്കുന്നത്. ഇതിനുള്ള ചർച്ചകളിലേക്ക് ഹൈക്കമാൻഡ് കടക്കുമ്പോഴും സുധാകരനെ നീക്കുമ്പോൾ ഉണ്ടാകുന്ന അലയൊലികൾ വലിയതാകുമെന്ന ആശങ്കയും കോൺഗ്രസിൽ ശക്തമാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനുമായുള്ള സ്വരച്ചേർച്ചയില്ലായ്മ തന്നെയാണ് KPCC പ്രസിഡന്റിനെ നീക്കാനുള്ള ചർച്ചകളിലേക്ക് കടക്കാൻ പ്രധാന കാരണം. സുധാകരനെ മുഖവിലക്കെടുത്ത് നടപടികൾ കൈക്കൊള്ളാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ശ്രമം. അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, റോജി എം ജോൺ, ബന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ്, സണ്ണി ജോസഫ് എന്നീ പേരുകളാണ് നിലവിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തിന്റെ പരിഗണനയിലുള്ളത്. ഇതിൽ തന്നെ VD സതീശനുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള ആളെയാണ് നേതൃത്വം തേടുന്നത്. ഈ 6 പേരുകളിൽ നിന്നും ഒരാളെ പരിഗണിക്കണമെന്നാണ് തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കല്ലുഗോലു കോൺഗ്രസ് ഹൈക്കമാൻഡിന് നൽകിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന വിവരം. കോൺഗ്രസിന്റെ 21 സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ പാർട്ടിക്ക് വിജയസാധ്യതയുള്ള 63 മണ്ഡലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സതീശൻ പറഞ്ഞതിനെ KC വേണുഗോപാലിന്റെ അടുത്ത ആളായിരിക്കുന്ന AP അനിൽകുമാർ തന്നെ ചോദ്യം ചെയ്തു. യോഗത്തിൽ അദ്ദേഹം സതീശനെ നിശിതമായി ആക്രമിക്കുകയായിരുന്നു. ആര് പറഞ്ഞിട്ടാണ് സർവേ നടത്തിയത്? ഏതൊക്കെയാണ് സീറ്റുകൾ? ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ ആരാണ് ചുമതലപ്പെടുത്തിയത്? തുടങ്ങിയ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ സതീശന് മറുപടി ഉണ്ടായില്ല. ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണെന്ന് AICC ജനറൽ സെക്രട്ടറിമാരായ ദീപദാസ് മുൻഷിയും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും വ്യക്തമാക്കുകയും ചെയ്തു. സതീശനെ പിന്തുണയ്ക്കാൻ അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളായിരിക്കുന്ന യുവനേതാക്കൾ പോലും രംഗത്തു വന്നില്ലെന്നതാണ് റിപ്പോർട്ട്. മുതിർന്ന നേതാവ് ശൂരനാട് രാജശേഖരനും പ്രതിപക്ഷ നേതാവിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞു. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രതിപക്ഷ നേതാവിൻ്റെ വസതി സാധാരണ കോൺഗ്രസ്സുകാർക്ക് അപ്രാപ്യമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. K സുധാകരനും VD സതീശനും തമ്മിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാത്തത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുന്നതായി ദീപദാസ് മുൻഷി കരുതുന്നു. നേതാക്കളുമായി അവർ ഒറ്റയ്ക്കൊറ്റയ്ക്കാണ് ചർച്ച നടത്തുന്നത്. പലരും നേതൃമാറ്റം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഒരുമിച്ചിരുന്ന് ചർച്ച നടത്തിയാൽ അഭിപ്രായങ്ങൾ തുറന്നു പറയാനാവാത്ത സാഹചര്യമാണിത്. വേറെ തെളിവ് വേണ്ടല്ലോ, പാർട്ടി അണികൾ തന്നെ പറയുന്നു. രാഷ്ട്രീയകാര്യ സമിതിക്ക് ശേഷം വിളിച്ചു ചേർക്കാനിരിക്കുന്ന സംയുക്ത പത്രസമ്മേളനം വേണ്ടെന്ന് വെച്ചത് പാർട്ടിയിലെ അനൈക്യവും ശക്തിയായി തുടരുന്നതിൻ്റെ ലക്ഷണമാണ്.
ജനയുഗം പൊളിറ്റിപ്രോവിൻ്റെ മറ്റൊരധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം.